ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിനകത്ത് ഇപ്പോൾ വലിയ പിളർപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പാകിസ്ഥാന്റെ പാർലമെന്റിൽ തന്നെ നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ അവിടെയുള്ള എംപിമാര് പുകഴ്ത്തുന്നുണ്ട്. ദിസ് ഈസ് ബ്രാൻഡ് മോഡി, ദിസ് ഈസ് ബ്രാൻഡ് ഹിന്ദുസ്ഥാൻ എന്നാണ് പാകിസ്ഥാൻ എംപിമാർ അവരുടെ പാർലമെന്റിനകത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന പാക് എംപിമാരെ എല്ലാം വലിയ രീതിയിൽ ദ്രോഹിക്കുക, അവർക്കെതിരെ കേസെടുക്കുകയൊക്കെയാണ് അസീം മുനീർ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇടയ്ക്ക് നമ്മുടെ ഇമ്രാൻഖാന്റെ സഹോദരി ഒരു പ്രസ്താവന നടത്തി, നരേന്ദ്രമോദിയുമായിട്ട് ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ഇവർ നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ ജനങ്ങളോട് അവർ പറഞ്ഞത്. ഉടനെ തന്നെ അവർക്കെതിരെ വലിയ ആക്രമണം ഇവർ അഴിച്ചുവിട്ടു. അവരവസാനം എനിക്ക് തോന്നുന്നു അവർ ഒളിവിൽ പോകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഈ അസീം മുനീറിനെതിരെ കൂടുതൽ ആൾക്കാർ ഇവിടെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോ ഫസ്ലുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാള്, അയാള് ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു മത നേതാവൊക്കെയാണ്. ഇയാളാണ് സൈനിക മേധാവി അസീം മുനീറിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. അപ്പൊ ഈ അസീം മുനീറിനെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഇയാളെ തട്ടിക്കളയണമല്ലോ, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ചർച്ചയൊന്നും ഇല്ല, അത് തട്ടിക്കളയുക, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു ഈ അസീം മുനീർ ഇയാളെ തട്ടാനായിട്ട് ഇപ്പോ ലഷ്കർ ഇ തൊയ്ബയുടെ സഹായം തേടിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനെ ഇപ്പൊ പിടിച്ചുകുലുക്കുന്നത്. ഈ വാർത്ത എങ്ങനെ ലീക്കായി, അതാണ് നമ്മുടെ ക്രക്സ് എന്ന് പറയുന്നത്. സർക്കാർ പിന്തുണയുള്ള മതപണ്ഡിതനായിട്ടുള്ള ഹാഫിസ് താഹിർ മഹമ്മൂദ് അഷ്റഫി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഈ അഷ്റഫി എന്ത് ചെയ്തു, ലഷ്കർ ഇ ത്വയ്ബയുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. പോരാത്തതിന് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് സെയ്ദിന്റെ മകൻ ഹാഫിസ് തൽഹ സയ്യിദുമായി മർക്കസ് ബുഖറയിൽ വെച്ചും കൂടിക്കാഴ്ച നടത്തി. ഈ മർക്കസ് ബുഖറ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മർക്കസിൽ ബ്രഹ്മോസ് ഇട്ടു, മർക്കസിൽ, ഇവിടെയൊക്കെയാണ് ഈ തീവ്രവാദികളുടെ കൂടിക്കാഴ്ച. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മതപഠനശാല, അതാണ് മർക്കസ് എന്ന് പറഞ്ഞ മതപഠനശാല, ഇസ്ലാമിക മതങ്ങൾ പഠിപ്പിക്കാനുള്ള മതപാഠശാലയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇയാളെ കൊല്ലാൻ, ഈ പേരൊക്കെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം, ഫസ്ലുർ റഹ്മാൻ എന്ന് പറയുന്ന മതപണ്ഡിതനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള ആളെ കൊല്ലാനായിട്ട് സർക്കാർ പിന്തുണയുള്ള മതപണ്ഡിതനായിട്ടുള്ള ഹാഫിസ് താഹിർ മുഹമ്മദ് അഷ്റഫി മർക്കസ് ബുഖയിൽ വെച്ച് ഹാഫിസ് സെയ്ദിന്റെ മകനായിട്ടുള്ള ഹാഫിസ് തൽഹയുമായി കൂടിക്കാഴ്ച നടത്തി. കൺഫ്യൂഷൻ വരും, ഒന്നുകൂടെ കേട്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ഇത് അവിടെ വലിയൊരു ചർച്ചയായിട്ടുണ്ട്. കാരണം ഇസ്ലാമാബാദിലെ മത നേതൃത്വവും സൈന്യവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം അടിവരയിടുന്ന നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇത് എന്ന് ജനങ്ങൾ അവിടെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. GUIF, ജമാഅത്തെ ഉലമ ഇ ഇസ്ലാം, അതിന്റെ മേധാവിയാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞ ആള്, അതായത് ഇയാളെ വിമർശിച്ച നമ്മുടെ ഫസ്ലുർ റഹ്മാൻ. ഈ ഫസ്ലുർ റഹ്മാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ സ്വാധീനം ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വന്നപ്പോൾ അയാൾ അസീം മുനീറിനെ കയറി വിമർശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാളുടെ രാഷ്ട്രീയ നീക്കങ്ങളെ കൂടെ തടയിടാനായിട്ട് പാക് നേതൃത്വം ലഷ്കർ നേതാക്കളുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എതിരാളികളെ അടിച്ചമർത്തുന്നതിനായി സായുധ സംഘങ്ങളെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ തന്ത്രം ഇവിടെ വെളിപ്പെട്ടു എന്നാണ് ഇത് മനസ്സിലാക്കിയ ഇയാൾ. പുള്ളി പേടിയുണ്ട് എങ്കിലും ഇങ്ങനെ കടിച്ചാൽ പൊട്ടാത്ത വാക്കൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുകയാണ്. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ ആദ്യം പോയി നേരിടണോ, എന്നിട്ട് രാജ്യത്തിന് അകത്തുള്ള എന്നെ പോലും നേരിടാം എന്നാണ്. ഈ കോമഡിയാണ് കേട്ടോ. ആദ്യം പുറത്തുള്ളവരെ പോയി നേരിട്ടത്, നീ എന്തിനാ എന്നെ കൊല്ലാൻ വരുന്നത് എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. ഭരണകൂടത്തിന്റെ വിമർശകരെ നിങ്ങൾ നിശബ്ദരാക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾക്ക് പുറത്തൊരുപാട് ആൾക്കാരെ നേരിടാനില്ലേ, അവരെയൊക്കെ പോയി നേരിടൂ എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇത് പാകിസ്ഥാനിൽ വലിയ ഒരു രാഷ്ട്രീയ പിളർപ്പിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ ഉലമ കൗൺസിൽ ചെയർമാൻ ലഷ്കർ ഇ തൊയ്ബ നേതൃത്വം തമ്മിൽ നടന്ന ഈ തന്ത്രപ്രധാനമായിട്ടുള്ള ചർച്ച, സൈനിക മേധാവി അസീം മുനീറിന്റെ സുരക്ഷാ നയങ്ങളെയും ഭരണ പരാജയങ്ങളെയും പരസ്യമായി പുറത്തു കൊണ്ടുവന്നു എന്ന് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ എഴുതുന്നുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് പകരം വലിയൊരു സംഘർഷത്തിന് ഇട നൽകാതെ ഫസ്ലുർ റഹ്മാന്റെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാതാക്കാൻ ഇയാളെ തട്ടിക്കളയാൻ ഈ സൗമ്യമായ ഭാഷ സ്വീകരിക്കാതെ ഇങ്ങനെ ഈ സൈന്യം തന്നെ പോയി ഈ ലഷ്കർ ഇ തൊയ്ബയോട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് വളരെ മോശമാണ് എന്ന് വേറെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് എക്സ്പോസ് ആയിട്ട് പുറത്തു വരുന്നുണ്ട്. അസീം മുനീറെ മൊത്തത്തിൽ എക്സ്പോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ മൊത്തത്തിൽ ജനങ്ങൾ ഇപ്പോൾ അസീം മുനീറിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നാണ് പാക് മീഡിയ, പല മീഡിയാസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു എന്താ പറയാ, ഒരു ഡിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു അസീം മുനീറിന്റെ ഒരു ഡിപ്പ്? അല്ല, പാകിസ്ഥാന് ഈ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട്. അവിടുത്തെ സൈന്യം പ്ലസ് ഭീകരന്മാര് പ്ലസ് മതം, ഇതാണ് അവിടുത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷന് താളം തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തീരും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ മെനയുന്ന സൈന്യമാണ്, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഭീകരരാണ്.
ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിനെ വെള്ളപൂശുക എന്നുള്ള ഒരു ദൗത്യം, ഇത് നമ്മുടെ ഖുറാനിൽ പറയുന്നതാണ്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ വേണ്ടിയിരുന്നു എന്നൊക്കെയുള്ള സാധനം പറഞ്ഞുകൊണ്ടിരുന്ന മതമാണ്. ഏത് വൃത്തികേട് കാണിച്ചാലും മതത്തിനെ പൊക്കി മോളി വെച്ച് കഴിഞ്ഞാൽ വൃത്തികേട് നല്ലതായി മാറും. അതാണ് പുതിയ രീതി. അത് എന്ത് വൃത്തികേട് കാണിച്ചാലും അതാ മതം കൊണ്ട് വെള്ളപൂശാൻ എളുപ്പമാണ്. ഒരു നമ്മൾ ചീത്ത വിളിച്ചറിഞ്ഞാൽ നിനക്കെന്റെ മതമാണല്ലേ പ്രശ്നമെന്ന് ചോദിച്ചാൽ കഥ മാറി അവിടെ. അപ്പൊ ഇത് ഒരു ഇതാണ്, ഈ ഒരു ഇക്വേഷനാണ് പാകിസ്ഥാനിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈന്യമാണ് തീരുമാനിക്കുന്നത് ആര് പാകിസ്ഥാൻ ഭരിക്കണം, ആര് പാകിസ്ഥാൻ ഭരിക്കേണ്ടത്. കാരണം ഇത് എല്ലാവരും കൂടെ കൈയിട്ട് വരുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ സൈന്യം അവരെ എതിരാളികളെ കൊല്ലും. ഇപ്പൊ എതിരാളികളെ കൊല്ലുമ്പോൾ ഇതിനകത്ത് വളരെ കൗതുകമുണ്ട്. ഈ ബംഗ്ലാദേശിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പഠിപ്പിക്കുന്ന മതപണ്ഡിതന്മാരുണ്ട്. ആ മതപണ്ഡിതന്മാരെയാണ് മുൻപ് ലഷ്കർ-ഇ തൊയ്ബ കൊന്നതും അഫ്ഗാനിസ്ഥാൻ വലിയ തിരിച്ചടി കൊടുത്തതും ഒക്കെ. അപ്പൊ ഇവരെല്ലാം പഠിപ്പിക്കുന്ന അനവധി മദ്രസ സ്ഥാപനങ്ങൾ, അല്ല ഈ എന്താ പറയുക മതപഠന മർക്കസുകൾ ഒരുപാടുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് ആദ്യം എന്താണ് ഇവർ ചെയ്യുന്നത്, ആദ്യം ഇവർ തന്ത്രം മെനഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മതപണ്ഡിതന്മാര് ഇത് കണക്കുള്ള ഫത്വ പുറപ്പെടുവിക്കും. ഇത് ശരിയല്ല, ഇത് ഇങ്ങനെയാണ്, അതങ്ങനെയാണ് ഫത്വ. പിന്നെ എളുപ്പമായ കാര്യം, കാരണം ജനം ഈ മതത്തിന് അടിമകളായിട്ടൊരു ജനവിഭാഗമാകുമ്പോൾ അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴേക്കും ഈ ഭീകരവാദികൾ കയറി പണി നടത്തും. ഇത് തന്നെയാണ് ഇന്ത്യക്കെതിരെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നോർമലി ഒരു പാകിസ്ഥാന് ചിന്തിക്കുകയാണ്, ഇന്ത്യക്കെതിരെ എന്തിനാണ് ഇവന്മാര് ഭീകരവാദം നടത്തുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും ഇതൊരു വലിയ തട്ടിപ്പാണ്. കാരണം ഇവിടെ എന്തൊക്കെ നടത്താൻ വേണ്ടി തട്ടിപ്പാണ്. പക്ഷെ അതിന് പകരം എന്താണ് അവരവിടെ പ്രചരിപ്പിക്കുന്നത്, കാഫറുകളെ കൊല്ലണം, അവര് ഹിന്ദുക്കളാണ് എന്ന് ഈ മതപണ്ഡിതന്മാരെ കൊണ്ട് മുക്കിന് പ്രസംഗിപ്പിക്കും. എന്തിനേറെ പറയുന്നു, ഈ മുനീർ ഒരു മതപണ്ഡിതനാണ്, മതപ്രഭാഷണം നടത്തുന്ന ആളാണ്. ഇനി ഹാഫിസ് സെയ്ദ് മതപ്രഭാഷണം നടത്തുന്ന എത്രയോ വീഡിയോകളുണ്ട്. ബിൻ ലാദൻ മതപ്രഭാഷണം നടത്തുന്ന വീഡിയോകളുണ്ട്. അത് ഇവർ തന്നെയാണ് മതം, ഇവർ തന്നെയാണ് ഭീകരർ, ഇവർ തന്നെയാണ് പോലീസ്, ഇവർ തന്നെയാണ് സൈൻ. അതൊരു കൂട്ടുകെട്ടാണ്. ഈ സൈന്യം, ഭീകരവാദികള്, അതുപോലെ തന്നെ മത പണ്ഡിതന്മാര്, ഈ മൂന്നും കൂടെ ചേരുന്നതാണ് പാകിസ്ഥാന്റെ ഇക്വേഷൻ. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതിനകത്ത് ചില വിള്ളലുകൾ രൂപപ്പെടുന്നുണ്ട്. കാരണം ഈ ഭീകരന്മാരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഈ മതപണ്ഡിതന്മാരാണ്. ഈ മതപണ്ഡിതന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഭീകര സംഘടനകളും മറ്റുമൊക്കെ പിരിവ് നടത്തുന്നതും മുമ്പോട്ട് പോകുന്നതും വളരുന്നതൊക്കെ. ഇത് ഇവരുടെ ഒരു എന്താണ് പറയുന്നത്, തലവൻ എന്നുള്ള രീതിയിൽ മതപണ്ഡിതനെ അവതരിപ്പിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിശ്വാസത വരും. അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത്രയും നാൾ പാകിസ്ഥാനിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, എല്ലാത്തിലും സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ ലഷ്കർ-ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദിനടക്കം എന്ന സംഘടനകൾക്ക് അകത്ത് വലിയ പിളർപ്പുണ്ടെന്ന് നമ്മൾ തന്നെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. ഇവർക്കിടെ അകത്ത് തന്നെ പിളർപ്പുണ്ട്. അതിനകത്ത് കുറച്ചു വിഭാഗം ഈ അഫ്ഗാനിസ്ഥാൻ ഈ താലിബാനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. കാരണം ഈ മതത്തിന്റെയും മതപണ്ഡിതന്മാരുടെയും കാര്യം വരുമ്പോൾ ഇതിനകത്ത് സ്പ്ലിറ്റ് ആവരുന്നത്. കാരണം ഈ താലിബാനുകളെ പഠിപ്പിക്കുന്നവർ തന്നെ അവരുടെ അണ്ടറിൽ വരുന്ന ഇല്ലെങ്കിൽ ആ മതപണ്ഡിതന്റെ വിശ്വാസികളായിട്ടുള്ളവരും ഈ ഭീകര സംഘടനകളുണ്ട്. അപ്പൊ അവരിതിനകത്ത് ചേരുതിരിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവർ പണം തട്ടൽ, ഈ ഭീകരവാദികളാണെങ്കിലും പണം തട്ടലും ഫണ്ട് വെട്ടിപ്പോക്ക് അതിനകത്തുമുണ്ട്. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ മതപണ്ഡിതന്മാർക്ക് ഈ ഒരു അവസരം, ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിലൊന്നും ചിന്നിച്ചെതറി നിൽക്കുന്ന പാകിസ്ഥാനിൽ ഓരോ മതപണ്ഡിതനും തന്റെ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താനും സാമ്രാജ്യം വലുതാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ഒരു കാര്യം. ഇതിനപ്പുറത്തേക്ക് ഒരു ലെയർ ഉണ്ടാക്കി അതിന്റെ മുകളിൽ കയറി ഇരിക്കാനും മുനീർ ശ്രമിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ വെട്ടിയിരിക്കുന്നത്. ഇത് മുമ്പ് ഇതേ മെത്തേഡിൽ കൂടെയാണ് നമ്മുടെ ശ്രീമാൻ ഇമ്രാൻഖാൻ അധികാരത്തിൽ വരുന്നത്. ഇമ്രാൻഖാൻ ഇത് കണക്കിന് സൈന്യത്തിനെതിരെയും ഒക്കെ വലിയ രീതിയിൽ അന്ന് വിമർശനം ഉന്നയിക്കുകയും മതപണ്ഡിതന്മാർ കുറച്ചധികം പേർ ഇമ്രാൻഖാന് സപ്പോർട്ട് കൊടുക്കുക, മതപണ്ഡിതന്മാരെ വെറുപ്പിച്ചിട്ട് അവിടെ ആർക്കും ഭരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ കാര്യം, ഇത്തവണ മതപണ്ഡിതന്മാർ സൈന്യത്തിനെതിരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് ആദ്യ സംഭവമാണ്. സൈന്യത്തിനെതിരെ അവർ തിരിയാറില്ല. കാരണം ഇവരെല്ലാം ഒരേ എന്താണ് പറയുന്നത്, ഒരു അച്ചിൽ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് അവരിപ്പോൾ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഈ കറാച്ചിയിലെ ഒരു വലിയ മതപണ്ഡിതനാണ്, വലിയ ജനപിന്തുണയുള്ള ഒരു വ്യക്തിയാണത്. അപ്പൊ അദ്ദേഹത്തിനെതിരെ വരുന്നത്, ഇനി അദ്ദേഹത്തിനെതിരെ ഒരു കൊലപാതകം നടന്നു എന്ന് വെക്കുക, അദ്ദേഹത്തെ കൊന്നു എന്ന് പറയുക, കൊന്നു കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഭീകര സംഘടനകളുണ്ട്, അവർ രംഗത്തെത്തും. വീണ്ടും പാകിസ്ഥാനിലെ അട്ടിമറികളോ സംഘർഷങ്ങളോ വെടിവെപ്പോ ഒക്കെ ഉണ്ടാകും. ഇന്നലെയും ഒരു ചാവേർ കാറ് പൊട്ടിത്തെറിച്ച് 19 പേര് കൊല്ലപ്പെട്ടിരുന്നു. നമ്മൾ പിന്നെ ഈ വാർത്ത എന്നും വരുന്നത് കൊണ്ടാണ് നമ്മളത് കളയുന്നത്. കാരണം എന്നും ജനം ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങൾ കണ്ട് മടുത്ത് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതൊരു വലിയ വാർത്ത തന്നെയാണ്. ധനുഷ് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. പക്ഷെ ചിരിക്കുക മാത്രമല്ല, ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ഈ വാർത്തയിലുണ്ട്. വളരെ വലിയ കാര്യമാണ്. കാരണം അവരുടെ ആ ഒരു അച്ചുതണ്ടിന് ഇല്ലെങ്കിൽ അവരുടെ ഒരു ഇക്വേഷന്, ഫോർമുലയ്ക്ക് കോട്ടം തട്ടി തുടങ്ങിയിരിക്കുന്നു. അതായത് ഈ മതം, ഭീകരർ, സൈന്യം എന്നുള്ള ആ ഒരു സംഭവത്തിന് കോട്ടം തട്ടി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് കാണുന്നത്. കാരണം ഈ മതപണ്ഡിതനെതിരെ അവിടെ നടന്ന സംഘർഷങ്ങളെല്ലാം അത്തരത്തിൽ തന്നെയായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഈ അടുത്തടിച്ചതും അവരുടെ പണ്ഡിതനെ കൊന്നപ്പോഴാണ്. പാകിസ്ഥാനിൽ ആ പണ്ഡിതൻ
അവര് പഠിച്ച കോളേജിലെ അധ്യാപകനെ കൊന്നപ്പോഴാണ് ഈ വന്നത്. നമ്മൾ ഈ കോളേജ് അധ്യാപനം എന്നൊക്കെ പറയുന്നതൊക്കെ അല്ല കേട്ടോ മതപണ്ഡിത്, കുറച്ചുകൂടെ ഒക്കെ അവരെ സംബന്ധിച്ച് പവർ കൂടിയതാണ്.